കുറേ ആയല്ലേ ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്ന് ഇവിടെ പൊങ്കൽ സെലിബ്രേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് സാരി കമ്പൽസറി ആണ്. സാരി ഉടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് ഒന്നല്ല എനിക്ക്. എന്തായാലും മിനിമം 1 hour പിടിക്കും സാരി ഉടുക്കാൻ. വസൂട്ടൻ ഈ രാവിലെ തന്നെ പല്ല് കഴുകുക, മുഖം കഴുകുക എന്ന് പറയുന്ന കാര്യമൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. തണുപ്പും കൂടി ആയതുകൊണ്ട് തീരെ പറയും വേണ്ട. അതുകൊണ്ട് ഒട്ടുമിക്ക രാവിലെയും ഈ കലാപരിപാടി ഇവിടെ കാണുന്നതാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു കരച്ചില്. രാവിലത്തെ ഇവിടുത്തെ കലാപരിപാടിയും കഴിഞ്ഞ് സാരി ഉടുത്ത് പറഞ്ഞ ടൈമിന് അവിടെ എത്തണമെങ്കിൽ രാവിലെ എന്തെങ്കിലും ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ വെള്ളയപ്പത്തിനുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. വേഗം ചുട്ടെടുക്കല്ലേ വേണ്ടു. അതുകൊണ്ട് വസൂട്ടന് വേണ്ടി മാത്രം കഴിക്കാൻ ഇപ്പോൾ തൽക്കാലം 2 വെള്ളയപ്പം മാത്രം ചുട്ടു. ബാക്കി ഞാൻ ഉണ്ടാക്കിയത് രജി വന്നതിന് ശേഷമാണ് കേട്ടോ. വസൂട്ടന് ഒന്നിൻ്റെയും കൂടെ കറി കൂട്ടി കഴിക്കുന്ന സ്വഭാവമില്ല കേട്ടോ. ദോശയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒന്നിൻ്റെ കൂടെയും കഴിക്കൂല. പ്ലെയിൻ ആയിട്ട് അങ്ങനെ കഴിക്കലാണ്. എത്ര കൊടുത്താലും അത് തട്ടി മാറ്റിയല്ലോ. അതുകൊണ്ട് വെറും അപ്പം മാത്രമേ ചുട്ടു കൊടുത്തുള്ളൂ. പിന്നെ രജി വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി അപ്പം ചുട്ടെ. അതിൻ്റെ സൈഡിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊട്ടറ്റോ ബാജി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ആ സൈഡിലൂടെ ആവുന്നുണ്ട്. സാരിയൊക്കെ ഇന്നലെ തന്നെ ഞാൻ അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവും എന്തോ സാരി ഉടുക്കുമ്പോൾ. സാരി ഉടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം എല്ലാത്തിനും സാരി കമ്പൽസറി എന്ന് പറയുമ്പോൾ ആ സാരിയോട് ഒരു മടുപ്പ് തുടങ്ങി. മാത്രമല്ല ഇതുപോലെ സെലിബ്രേഷനുള്ള ദിവസമൊന്നും കെട്ടിയന്മാർ തീരെ ഫ്രീ ആയിരിക്കില്ല. അവർ നല്ല തിരക്കായിരിക്കും, കാണാൻ പോലും കിട്ടൂല. അപ്പം ഈ സാരി ഉടുത്ത് പിള്ളേരെ പിന്നാലെ ഓടുക എന്നൊക്കെ പറയുന്നത്, ഈ സാരി അധികം ഉടുക്കാത്ത നമുക്കൊന്നും അത് വലിയ ഇഷ്ടമില്ല കാര്യമൊന്നുമല്ല. നല്ല മടുപ്പ് പിടിക്കണ കാര്യമാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ വെള്ളയപ്പൊക്കെ ചുട്ടെടുത്തു. ബജിക്കറിയും സൈഡിലായി. അത് നമ്മൾ വേഗം തന്നെ കഴിച്ചു കേട്ടോ. പൊങ്കലായതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടിമ്മയുടെ അമ്മ കീർത്തനൊക്കെ പൊങ്കലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിനി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രജി വേഗം റെഡിയായിട്ട് വേഗം തന്നെ പോയിട്ടുണ്ടായിനി. പിന്നെ ഞാനും വസുവും മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ വസൂട്ടനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് വേഗം സാരി ഉടുക്കാൻ പോയി. എന്ത് വന്നാലും ഒരു 50 മിനിറ്റ് ഞാൻ സാരി ഉടുക്കാൻ എടുത്തിനി. അവിടെ എത്താൻ പറഞ്ഞത് ഒരു 11 മണിക്കാണ്. പക്ഷെ ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്ക് 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി. എന്ത് നല്ല വൃത്തിക്ക് സാരി പ്ലീറ്റ് ചെയ്ത് വെച്ചാലും എനിക്ക് സാരി ഉടുക്കുമ്പോൾ താഴത്തെ വശം റെഡി ആവില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് വരും. പിന്നെ അതിന് തന്നെ പോകും സമയം. ഇതെൻ്റെ സൽക്കാര സാരിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പം ആദ്യമായിട്ട് ഉടുക്കുന്ന പുതിയ സാരി. അതിനുശേഷം ഞാൻ ഈ സാരി ഉടുത്തിട്ടേ ഇല്ല. കോളേജ് ലൈഫിൽ ഓണം സെലിബ്രേഷന് ഒരു 2-3 തവണയും പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 3-4 തവണയും ഉടുത്തതില്ലൂ. അല്ലാതെ പിന്നെ ഞാൻ സാരി ഉടുത്തിട്ടൊന്നുമില്ല. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മൂക്കുത്തിയാൽ എനിക്ക് രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ സ്വയം അറിയാം. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു നോസ്പിന് വാങ്ങി. ട്രയലിന് വാങ്ങിയെങ്കിലും ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിനി, രജിക്കും ഇഷ്ടമായിനി. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ 3 ഫാമിലി ഒന്നിച്ചാണ് കേട്ടോ വണ്ടിയിൽ അവിടെ എത്തിയത്. കീർത്തനയ്ക്കും യാമിനും ഞാനും. നമ്മൾ അടുത്തടുത്തുള്ള ക്വാർട്ടേഴ്സാണ്. ഇതാണ് ഇവിടുത്തെ പൊങ്കൽ ഡെക്കറേഷൻ എന്ന് പറയാം. ഓണത്തിന് പൂക്കൾ വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ കോലം വരക്കും. അതും അരി കളറിൽ മുക്കിയിട്ടിലെ കോലം വരപ്പാണ് കേട്ടോ. പിന്നെ പൊങ്കലിൻ്റെ രീതിക്കുള്ള ഓരോരോ ടൈപ്പ് ഡെക്കറേഷൻ. ഇവിടെ എത്തി ജസ്റ്റ് എല്ലാം ചുറ്റിക്കണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായി. മെയിനായിട്ട് നമ്മൾ കെട്ടിയൊരുങ്ങി പോകുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എല്ലാവരെയും കണ്ട് സംസാരിക്കുക, അതൊക്കെ തന്നെ. കുറച്ച് ഫോട്ടോ എടുക്കുക, അതൊക്കെ തന്നെയാണ്. എല്ലാം വിളമ്പുന്നതിന് മുമ്പേ, അതായത് എല്ലാം വിളമ്പി റെഡിയാക്കുന്നതിന് മുമ്പേ ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിനി. എല്ലാം ഫുള്ളായിട്ട് വരുന്ന അത്രേ ഉണ്ടായിട്ടില്ലോ. ഒരുവിധം എല്ലാ ഫുഡും ഉണ്ടായിന് കേട്ടോ. ആദ്യം പരിപ്പ് നെയ്യും, പിന്നെ സാമ്പാർ, കൂട്ടുകറി ഉണ്ടായില്ല. ബാക്കിയെല്ലാം ഒരുവിധ സാധനങ്ങളും ഉണ്ടായിന്ന് തോന്നുന്നു. കിച്ചടി, പച്ചടി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിനി. ഇത് എൻ്റെ മലയാളി ഫാമിലി. അത് താരച്ചേച്ചി, അത് മിഥുലേച്ചി. ഇവരും 2 ആളുമായിട്ട് കുറച്ച് കമ്പനി ഉള്ളൂ ഞാൻ. പിന്നെ പായസം ഉണ്ടായിന്, 2 കൂട്ടം പായസം ഉണ്ടായിന്. ഇത് അടപ്രഥമൻ, പിന്നെ സേമിയ പായസം, അതൊക്കെ ഉണ്ടായിനി. എൻ്റെ കെട്ടിയോന്ന് ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടില്ല എന്നല്ല, വസൂട്ടനെ എടുത്ത് പിന്നെ പോയി. പിന്നെ വീഡിയോ എടുത്തു തന്നത് വേറൊരു ഏട്ടനായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തു തന്നു. ഫുഡ് കഴിയുമ്പോഴായിരുന്നു അവരെ കണ്ടത്. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തരാൻ എങ്ങനെയോ പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്തു. ഫുഡ് കഴിക്കുമ്പോൾ വസൂട്ടൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പകുതിക്കൊന്ന് അലമ്പാക്കിയപ്പോൾ രജി വസൂട്ടനെ എടുത്തുകൊണ്ട് പോയിനി. അതുകൊണ്ട് ഫുഡ് മോശമില്ലാത്ത രീതിക്ക് എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. എന്നാലും വലിയ തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഇതിൽ എച്ചുകൂട്ടി ഓൾറെഡി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പയ്യന്നൂർ അക്കമ്പക്കായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ആയിട്ട് വരും. കുറച്ച് നേരം വസൂട്ടൻ ഓക്കെ ആയിരുന്നേ. പിന്നെ വസൂട്ടൻ ഓടാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് തീരെ റെസ്റ്റ് ഉണ്ടായിട്ട്. ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ കെട്ടിയന്മാരോട് കുറച്ച് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുത്ത് പോകുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പിള്ളേരെ നോക്കണം, നമ്മൾ സാരി ഉടുക്കണം എന്ന് പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആൾ കൂടില്ലാത്തതുകൊണ്ട് വിചാരിച്ച പോലെ ഒരുവിധം എല്ലാം കവർ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും പറ്റാവുന്ന രീതിക്ക് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവസാനം കളിച്ച് മതിയായപ്പം വസു എൻ്റെ കൂടെ തന്നെ വന്നു.
പിന്നെ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടിരുന്നു രജി വരുന്നവരെ. എന്നിട്ട് അവസാനമാണ് ഫോട്ടോസ് എടുത്തത്. അങ്ങനെ രജി ഫ്രീ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിൽ പോകുമ്പോൾ 3:30 ഇതായിരുന്നു 2025 ഇവിടുത്തെ പൊങ്കൽ സെലിബ്രേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.